ഗുരുവിൻ്റെ ലക്ഷണം, തന്ത്രശാസ്ത്രം എന്തു പറയുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് ഒറ്റ ദിവസം കൊണ്ട് ദീക്ഷ, ഓൺലൈൻ ദീക്ഷ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പൈസ കൊടുത്താൽ എന്തും കിട്ടുന്നൊരു കാലഘട്ടത്തിലൂടെ നമ്മളിന്ന് പോകുന്നത് അല്ലേ? പൈസ കൊടുത്താൽ മാത്രം കിട്ടാത്ത പല കാര്യങ്ങളുണ്ട്. സ്നേഹം, സത്യസന്ധത, നല്ല സൗഹൃദങ്ങൾ, നല്ല ഗുരു, ഈശ്വരാനുഗ്രഹം. ഇതൊന്നും കാശ് കൊടുത്ത് മേടിക്കേണ്ടതല്ല, അതൊക്കെ വന്നു ചേരേണ്ടതാണ്. അനുഗ്രഹമാണ്. നല്ല സ്നേഹമുള്ള ഒരാളൊക്കെ കൂടെ ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ല ഗുരുക്കന്മാരെ കിട്ടുക, നല്ല സുഹൃത്തുക്കളെ കിട്ടുക, നമ്മളെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കൂടെ നിൽക്കുന്ന ആൾക്കാരെ കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ ഭാഗ്യമാണ്. ഇന്നത്തെ കാലത്ത് വളരെ വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് അധ്യാത്മിക യാത്രയിലേക്ക് സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തമനായ ഗുരു എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ഈ കാലഘട്ടത്തിൽ. ജ്ഞാനവാൻ ഗുരുവച്ഛതേ, ജ്ഞാനവാനാണ് ഗുരു, വിസ്ഡം ഉള്ള ആളാണ് ഗുരു. ഇന്നത്തെ കാലത്ത് പലരും ഈ ഗുരുവാണെന്നുള്ള ഈ പേരിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് കുറച്ച് ക്രാഷ് കോഴ്സുകൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ഹീലിങ്ങും കുണ്ടലിനി അവേക്കനിങ്ങും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ സാധനയുടെ പേരിൽ പഠിപ്പിക്കുന്നുണ്ട്, ലോകത്തിന് നന്മ വരുത്താൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പം വാസ്തവത്തിൽ ദേ ആർ സംതിങ് സ്പെഷ്യൽ. അവർ സ്പെഷ്യലാണ്. പൂർവ്വജന്മത്തിൽ ചെയ്ത സുഹൃതങ്ങളുടെ ഫലമാണ് അവരുടെ ഉള്ളിൽ ആ ഈശ്വരവാസനയുള്ളതും ഈശ്വരനെ അറിയാനുള്ള ആഗ്രഹമുള്ളതും അവർക്ക് ഈശ്വര ഉപാസനയിലേക്ക് കടക്കാൻ പറ്റുന്നതും. പക്ഷേ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അതിനെ ഭൗതികവൽക്കരിച്ച് അതിലൂടെ പേരും പ്രശസ്തി എടുക്കാനും അതിലൂടെ സാമ്പത്തികം ഉണ്ടാക്കാനും എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടത്തിന് വേണ്ടിയായിട്ടല്ലാതെ പലപ്പോഴും അതെല്ലാം വന്നു ചേരുന്നതാണ്. രമണ ഭഗവാൻ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഒന്നും ചെയ്തത്. അതുപോലെ പല ഗുരുക്കന്മാരും ഒന്നിനും വേണ്ടിയിട്ടല്ല ചെയ്തു തുടങ്ങുന്നത്. പിന്നെ മുന്നോട്ടെല്ലാം വന്നു ചേരുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ അതാണ് സത്യവും. ആധ്യാത്മിക പന്ഥാവിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം, നമ്മൾ പോകുന്ന വഴി കൃത്യമാണെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം വന്നു ചേരുകയാണ് ചെയ്യുക. എല്ലാം അതുപോലെയാണ്. ഇന്നത്തെ കാലത്ത് ഗുരു എന്ന് പറയുന്നതും നമ്മൾ പലപ്പോഴും അന്വേഷിച്ച് പോകുന്നതല്ല, അല്ല ഗുരു പ്രത്യക്ഷപ്പെടുന്നതാണ്, നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതാണെന്നൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. വാസ്തവത്തിൽ ഗുരു എന്ന് പറയുന്ന സങ്കല്പം അല്ലെങ്കിൽ അവിടേക്ക് എത്തുന്നത് ചിലപ്പോൾ നമ്മുടെ വിഷമിപ്പിക്കപ്പെട്ട സാഹചര്യങ്ങളിലൂടെ, നമ്മളെന്തെങ്കിലും ഒരു ദുഃഖത്തിലോ നമ്മളെന്തെങ്കിലും ട്രോമയിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും നമ്മളവിടെ എത്തിപ്പെടുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റിയിലൂടെ പ്രാർത്ഥനയിലൂടെ ഒക്കെ പോയി എവിടെയെങ്കിലും എത്തുമ്പോൾ സ്റ്റക്കാവുന്ന സമയത്തായിരിക്കും ഗുരു നമ്മുടെ മുന്നിലേക്ക് ആ ഗുരു സ്വരൂപൻ അവതരിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ 21-ാമത്തെ വയസ്സിലാണ് ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുന്നത്. എൻ്റെ ചെറുപ്പത്തിലെ ആധ്യാത്മിക ഓർമ്മകൾ എന്ന് പറയുന്ന അമ്മൂമ്മയുടെ ഷഷ്ടിവ്രതവും മണ്ണാർശാലിലെ ആയില്യം തൊഴിയിലും അങ്ങനെയൊക്കെയുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ, അമ്മൂമ്മ വ്രതമെടുക്കുന്നതും ഞാനപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, എന്തിനാ ഈ പട്ടിണി ഇരിക്കുന്നത്, പട്ടിണി ഇരുന്ന് ഒരു നേരം മാത്രം ആഹാരമൊക്കെ കഴിച്ചും ചിലപ്പം വ്രതങ്ങളൊക്കെ എടുക്കുന്നത്, പ്രത്യേകിച്ച് ഷഷ്ടിവ്രതമൊക്കെ. അതൊക്കെ കണ്ടാണ് എൻ്റെ ആധ്യാത്മിക ജീവിതം. പിന്നെ നമ്മൾ ഭൗതികപരമായിട്ടുള്ള എല്ലാവരെയും പോലെ ഒരു സാധാരണ പ്രൊപ്പഗേറ്റഡ് സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് പറയുന്നത്, ഐഡിയലായിട്ട് എന്തൊക്കെയാണ് നല്ലതെന്ന് പറയുന്നത്, അതെല്ലാം കേട്ടും അതിനനുസരിച്ചും മുന്നോട്ട് പോയി 21-ാമത്തെ വയസ്സിലാണ് ജീവിതത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് എത്തിപ്പെടുന്നത്. അതിനുശേഷം പല പദ്ധതികളിൽ പലരുടെ അടുത്തുനിന്നും പലതും പഠിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിപ്പെട്ട് അദ്ദേഹം ഉണ്ടാക്കി തന്നൊരു ബേസാണ് വാസ്തവത്തിൽ പിന്നീട് പല വിഷയങ്ങൾ പഠിക്കുമ്പോഴും എന്ത് ചൂസ് ചെയ്യണം, എന്ത് ചൂസ് ചെയ്യേണ്ടെന്ന് എനിക്ക് ബലമുണ്ടായത് എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ്. ബേസ് ഉറയ്ക്കുക എന്നുള്ളതാണ്. ബേസ് ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണേലും പഠിക്കാം, എന്ത് വേണേലും മനസ്സിലാക്കാം. പക്ഷെ നമുക്ക് നമ്മളെ അതൊന്നും അഫക്റ്റ് ചെയ്യത്തില്ല, നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു പന്ഥാവിലൂടെ സഞ്ചരിക്കുമ്പോഴും ഒരു ഉത്തമനായിട്ടുള്ള ഗുരു അനിവാര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ പുതിയ മോഡേൺ ഗുരുക്കന്മാരുടെയും പല ആൾക്കാരുടെയും കാര്യം പറയുമ്പോൾ ആക്ച്വലി വിമർശിക്കുന്നതല്ല, ദേ ആർ സ്പെഷ്യൽ തന്നെയാണ്. അവർക്ക് ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നത്. പക്ഷേ അവരുടെ അല്പജ്ഞാനം ആളെ കൊല്ലും എന്ന് പറയും. മറ്റു പല മനുഷ്യരെയും നല്ല രീതിയിൽ നല്ല നിലവാരത്തിലേക്ക് എത്തേണ്ട പലരുടെയും ജീവിതം ഒന്നുമല്ലാതായി പോവുകയും ചെയ്യുന്നത് കണ്ട അനുഭവമുണ്ട്. ഒരുപാട് പേര് പെട്ടുപോയി കണ്ട അനുഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. അല്ലാതെ നമ്മൾ മോഡേൺ സ്പിരിച്വാലിറ്റിയോ പഴയ ഓൾഡ് സ്പിരിച്വാലിറ്റിയോ ഹീലിങ്ങുകളെയോ അല്ലെങ്കിൽ ഒരു കാലത്ത് ലോകം മൊത്തവും ഉണ്ടായിരുന്ന ഷാമനിസം പോലുള്ള അതാത് ദേശത്തിൻ്റെ രീതിക്കനുസരിച്ച് വികസിച്ച് വന്ന ഷാമനിസം പോലുള്ള കാര്യങ്ങളൊന്നും എതിർക്കുകയല്ല ചെയ്യുന്നത്. അതിൻ്റേതായ സത്യസന്ധതയുണ്ട്, അതിൻ്റേതായ രീതികളുണ്ട്. അതിൻ്റേതായ രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മാറ്റം വരികയും ചെയ്യും. പക്ഷേ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട്
എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന ദുരിതം ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കൂടുതൽ ഗുരു ലക്ഷണം പറയണം എന്ന് വിചാരിച്ചത്.